Amen. Hallelujah. Okay, let's get into the message today. Very short one. ഇന്നത്തെ ചുരുക്കമായ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. I'm going to talk about hope in hopelessness. ആശയറ്റയിടത്തുള്ള പ്രത്യാശയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. So the greatest flood ever seen in human history happened in the days of Noah. നോഹയുടെ കാലഘട്ടത്തിലാണ് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം നടന്നത്. What we can understand is that the whole earth was covered with water. ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മുഴുവൻ ഭൂമിയും വെള്ളത്താൽ മുങ്ങപ്പെട്ടു. That means if they had taken a picture from a satellite in those days, it would have seen like a ball of water. The earth would have seen as a ball of water. അന്നത്തെ കാലത്ത് സാറ്റലൈറ്റിൽ നിന്നും ഉപഗ്രഹത്തിൽ നിന്നും ഒരു ചിത്രം എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വെള്ളത്താലുള്ള ഒരു ഗോളാകൃതി ഒരു ബോൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. So when natural calamities happen like this, many people have many different questions. ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുമ്പോൾ പല ആളുകളും പല ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. Where is God? ദൈവം എവിടെയാണ്? What is God doing now? എന്താണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? So why is God not listening to our prayers? നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് ദൈവം മറുപടി നൽകുന്നില്ല? Why did God allow this? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നു? See, I am not an expert in that topic. ആ ഒരു വിഷയത്തിൽ ഞാനൊരു വിദഗ്ധനൊന്നുമല്ല. But I want to communicate what I believe. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളുമായി സംഭാഷിക്കുവാൻ You ആഗ്രഹിക്കുന്നു. can agree or disagree, I don't care. നിങ്ങൾക്ക് അതിനോട് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യാൻ പ്രശ്നമല്ല. See, when everything happens, God wants to communicate a message to human hearts. ഏതൊരു കാര്യം ഭൂമിയിൽ സംഭവിക്കുമ്പോഴും ദൈവം മനുഷ്യഹൃദയങ്ങളോട് ഒരു സന്ദേശം നൽകുവാൻ ആഗ്രഹിക്കുന്നു. See, when we read Romans chapter 1, റോമാലേഖനം 1-ാം അധ്യായത്തിൽ God speaks through the nature. ദൈവം പ്രകൃതിയിലൂടെ സംസാരിക്കുന്നു. God speaks to a wind. ദൈവം കാറ്റിലൂടെ സംസാരിക്കുന്നു. God can impart a message through waves. തിരമാലകളിലൂടെ ദൈവത്തിന്റെ സന്ദേശങ്ങൾ നൽകാൻ God can കഴിയും. talk to us through situations in life. ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ ദൈവത്തിന് നമ്മൾ സംസാരിക്കാൻ കഴിയും. Let me say it again and again, our God is a talking God. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. But many people do not understand how he communicates. എന്നാൽ പലപ്പോഴും ദൈവം സംഭാഷിക്കുന്ന രീതി ആളുകൾക്ക് മനസ്സിലാക്കാൻ They കഴിയുന്നില്ല. think that God will appear before them like a man or like an angel or like a huge bright figure and speak to them. പല ആളുകളും വിചാരിക്കുന്നു ഒരു പ്രകാശ വലയത്തിൽ നിന്ന് ഒരു ദൂതനെ പോലെയൊക്കെ പ്രത്യക്ഷപ്പെട്ട് ദൈവം സംസാരിക്കുമെന്നാണ്. But the most frequent way, the most possible way God speaks is through his word. ഏറ്റവും കൂടുതൽ സർവ്വസാധാരണമായി ദൈവം സംസാരിക്കാറുള്ളത് തൻ്റെ വചനത്തിലൂടെയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. അടുത്ത ആളുടെ പറ, ദൈവം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. ദൈവം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. അത് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ആ പുസ്തകം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. വചനത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരാളോടുകൂടി പറയുക, ദൈവം സംസാരിക്കുന്നത് കൂടുതലായി സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ്. But he also speaks through situations in life. എന്നാൽ താൻ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിലൂടെയും സംസാരിക്കും. From my experience, let me tell you that God can speak through calamities, troubles, sufferings. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, കഷ്ടതകളിലൂടെ, പ്രകൃതിക്ഷോഭങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. 12 ആമേൻ കേട്ടു. 24 56 105 എല്ലാവരും കൂടെ. God can speak through situations in life. ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. Personally, this is what I understand. God wants to communicate 7 things to the people of Kerala through this calamity. ഞാൻ ഇപ്രകാരം വ്യക്തിപരമായി മനസ്സിലാക്കുന്നു, 7 കാര്യങ്ങൾ ദൈവം കേരള ജനതയോട് സംസാരിക്കുവാൻ, ഈ പ്രകൃതിക്ഷോഭത്തിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. See, this I personally received. ഇത് ഞാൻ വ്യക്തിപരമായി സ്വീകരിച്ചൊരു കാര്യമാണ്. You can agree or disagree, I don't care. നിങ്ങൾക്ക് അതിനോട് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യാം. You can write this down. എഴുതിയെടുക്കാം. Number 1, God is sovereign, not man. ഒന്നാമത്തെ കാര്യം, ദൈവം പരമാധികാരിയാണ്, അവൻ മനുഷ്യനല്ല. ആമേൻ. Man comes and goes from this earth.
മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നു. But God is the God of ages. എന്നാൽ ദൈവം യുഗങ്ങളുടെ ദൈവമാണ്. He is the rock of ages. അവൻ യുഗങ്ങളുടെ പാറയാണ്. He is seeing all generations coming and going. എല്ലാ തലമുറകളും വരുന്നതും പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. Now it is the turn of our generation. ഇത് നമ്മുടെ തലമുറയുടെ സമയമായിരിക്കുന്നു. And man thinks that he is the authority of the earth, but God is sovereign. He is all powerful. മനുഷ്യൻ ചിന്തിക്കുന്നു ഞങ്ങളാണ് ഈ പ്രപഞ്ചം അടക്കി വാഴുന്നത്. പക്ഷെ മനസ്സിലാക്കുക ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരി. That is message number 1. അതാണ് ഒന്നാമത്തെ സന്ദേശം. Number 2, God says, come back to me. 2, ദൈവം സംസാരിക്കുന്നത് എന്നിലേക്ക് മടങ്ങി വരിക. അത് വീണ്ടും പറയണം. ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നിലേക്ക് മടങ്ങി വരിക. Children, come back to me. മക്കളെ എന്നിലേക്ക് മടങ്ങി വരിക. Repent and come back to me. മാനസാന്തരപ്പെട്ട് എന്നിലേക്ക് മടങ്ങി വരിക. Don't go away from me. എന്നിൽ നിന്നും നിങ്ങൾ അകന്നു പോകരുത്. Many times people forget God. പലപ്പോഴും ആളുകൾ ദൈവത്തെ മറക്കുന്നു. They build up great skyscrapers and mansions. അവർ വലിയ ആകാശമുട്ടനെയുള്ള കൊട്ടാരങ്ങൾ പണിതുയർത്തുന്നു. Great mega structures like buildings and bridges and so many most modern high-tech infrastructure. ഏറ്റവും നവീനമായ അത്യാധുനികമായ കെട്ടിടങ്ങളും പാലങ്ങളും ഗോപുരങ്ങളും അവർ പണിതുയർത്തുന്നു. They are using the creativity and the skills and the expertise, the engineering skills that God has given them, but they think that they can beat God. പലപ്പോഴും ദൈവം തന്നെ അവർക്ക് നൽകിയിരിക്കുന്ന നൈപുണ്യതയാലും കഴിവുകളാലും സാമർത്ഥ്യത്താലുമാണ് അവർ പണിതുയർത്തുന്നെങ്കിലും പലപ്പോഴും ദൈവത്തോട് മത്സരിക്കാം എന്നവർക്ക് ചിന്തിക്കുന്നു. But these sufferings and these calamities are loudspeakers through which God is speaking to mankind. People, I am here, come back to me. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിക്ഷോഭങ്ങൾ വലിയ ഉച്ചഭാഷണികളാണ്. അതിലൂടെ ദൈവം പറയുകയാണ് ജനമേ എന്നിലേക്ക് മടങ്ങി വരിക. By the way, let me tell you, God is not the originator of calamities. പക്ഷേ ഇതിനിടയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവമല്ല ഇങ്ങനെയുള്ള ക്ഷോഭങ്ങളുടെ ആരംഭകൻ. Nothing negative is coming from God. ദൈവത്തിൽ നിന്ന് യാതൊരു തിന്മയും വരുന്നില്ല. If you go to the roots, we can understand that all human problems are because of man's sin and rebellion. നമുക്കറിയാം ഓരോ വിഷയങ്ങളുടെയും ആ അടിത്തട്ടിലേക്ക് വേരിലേക്ക് ഇറങ്ങിപ്പോയാൽ അറിയാം മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്തതിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. Many times the earth is suffering because of the work of man. പലപ്പോഴും മനുഷ്യന്റെ ചെയ്തികളാൽ പ്രവൃത്തികളാലാണ് ഭൂമി അതിന്റെ ഭാരം വഹിക്കുന്നത്. Man, because through his work and inventions and discoveries, man is upsetting the principles of nature. പലപ്പോഴും പ്രകൃതിയുടെ നിയമങ്ങൾ അവന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാലും മനുഷ്യന്റെ നവീനമായ കാര്യങ്ങളാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ അവൻ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. Remember, God did not build any dam. ഓർക്കുക, ദൈവം ഒരിക്കലും ഒരു ഡാം പണി കഴിപ്പിച്ചിട്ടില്ല. It was man. It is man who is building dams. മനുഷ്യരാണ് ഡാം പണി കഴിപ്പിക്കുന്നത്. And the same dams are becoming a threat to us today. അതേ ഡാമുകൾ നമുക്ക് ഇന്ന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു. And we blame God. നമ്മൾ എന്നിട്ട് ദൈവത്തെ കുറ്റം പറയുന്നു. Translate. In Malayalam. That is Malayalam. So still we blame God. എന്നിട്ട് നമ്മൾ ദൈവത്തെയാണ് കുറ്റം പറയാറ്. We are upsetting the atmosphere. നമ്മൾ അന്തരീക്ഷത്തെ നമ്മൾ തകിടം മറിക്കുന്നു. But then we question God. എന്നിട്ട് നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. So we can never blame God for anything. ഒരു കാര്യത്തിന് നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ കുറ്റപ്പെടുത്താൻ കഴിയില്ല. We suffer as humanity because we deny God's rules, His regulations, we violate His principles. നാം മനുഷ്യർ കഷ്ടതകൾ അനുഭവിക്കുവാൻ കാരണം ദൈവിക നിയമങ്ങളെയും ദൈവികമായ തത്വങ്ങളെയും നമ്മൾ അത് നിയമം പാലിക്കാതെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് കൊണ്ടാണ്. Number 3. Through these calamities, through these happenings, our pride is harmed. ഈ വലിയ പ്രതിക്ഷോഭങ്ങളുടെ അത്യാപത്തുകളിലൂടെ നമ്മുടെ അഹങ്കാരമാണ് തല്ലി തകർക്കപ്പെടുന്നത്. I don't know whether you will agree with me or not. Many years back, I met a lady from Norway. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നോർവേയിൽ നിന്ന് ഒരു വ്യക്തിയെ കണ്ടു, ഒരു സഹോദരിയെ കണ്ടു. She introduced to me as an intercessor.
ആ മകൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയാണെന്ന് എന്നെ തന്നെ പരിചയപ്പെടുത്തി. She prays for the nations. അവൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. She travels to many nations just to pray and bless that nation. ഈ സഹോദരി അനേക രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കുവാനും വേണ്ടി മാത്രം. She would stay in a room and pray for that city, pray for that nation, pray for that state. അവൾ ഒരു രാജ്യത്തിൽ ഒരു പട്ടണത്തിലേക്ക് ചെല്ലും, അവിടെ ഒരു ഹോട്ടൽ മുറിയെടുക്കും, അവിടെ ഇരുന്നു കൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. This is what I heard from that lady. ആ ലേഡിയിൽ നിന്നും ഞാൻ ഇപ്രകാരമാണ് കേട്ടത്. Many years back she came to India. ചില വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഇന്ത്യയിലേക്ക് വന്നു. And the intercessors team, they had a practice of spreading the map, huge map on the floor, and they would go through the outskirts of the boundaries of that state, literally walking over the map and would pray, claiming the land, blessing the land. പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ചെയ്യുന്നത് അവർ ഇന്ത്യയുടെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും വലിയ ഭൂപടം മാപ്പുകൾ അവരുടെ അടുത്തുണ്ടായിരിക്കും. അവർ ആ വലിയ ഭൂപടം മുറിയിൽ വിരിച്ചിട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ആ സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിൻ്റെയും അതിർവരമ്പുകളിലൂടെ അതിൻ്റെ റൂട്ട് മാപ്പിലൂടെ അതിർവരമ്പുകളിലൂടെ നടന്ന് അതിനെ ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. Blessing the people. അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. And one day they were praying for Kerala. ഒരു ദിവസം അവരെല്ലാവരും ചേർന്ന് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. Many years back. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ട കാര്യം. She was going through the coastal area. അവൾ കേരളത്തിന്റെ തീരദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. And was praying and പ്രാർത്ഥിച്ച് നടക്കുകയാണ്. Suddenly, പെട്ടെന്ന് the Holy Spirit spoke. പരിശുദ്ധാത്മാവ് സംസാരിച്ചു. And the Holy Spirit said, പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞു, the problem with the people of this state is that they have spiritual pride. ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് ആത്മീകമായ അഹങ്കാരമാണ്. God said he would break it. ദൈവം പറഞ്ഞു, ഞാൻ അത് തകർക്കാൻ പോവുകയാണ്. I still remember that. ഞാനത് ഇന്നും ഓർക്കുകയാണ്. So we have to humble ourselves. നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ആവശ്യമാണ് before the Lord. കർത്താവിന്റെ മുൻപിൽ. Hallelujah. Hallelujah. So that this land will be really God's own country. അങ്ങനെ നമ്മുടെ സംസ്ഥാനം ദൈവത്തിന്റെ സ്വന്തം നാടായി അറിയപ്പെടാൻ പോവുകയാണ്. Now, many people even sitting here watching us live, they have lost everything. ഇവിടെ ഇരിക്കുന്നവർ ഒരുപക്ഷെ ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കാം. They lost their dress. അവരുടെ വസ്ത്രങ്ങൾ നഷ്ടമായി. Precious things. വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടമായി. Home appliances. വീട്ടുപകരണങ്ങൾ നഷ്ടമായി. Furniture. ഫർണിച്ചറുകൾ. Everything they have lost. എല്ലാം അവർക്ക് നഷ്ടമായി. There is a message there. അവിടെ ഒരു സന്ദേശമുണ്ട്. Son, daughter, one day you will have to leave everything behind. This is just a sample. മകനെ, മകളെ, ഒരു ദിവസം നമ്മൾ എല്ലാവരും ഇവിടെയുള്ള സകലതും വിട്ടിട്ട് പോകേണ്ടവരാണ്. ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. Just a sample. ഇതൊരു സാമ്പിൾ മാത്രമാണ്. One day, whether the flood comes or not, you will have to leave everything behind. പ്രളയം വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടവരാണ്. One day I'll have to leave this coat behind. ഒരു ദിവസം ഞാൻ എൻ്റെ ഈ കോട്ട് മാറ്റിക്കൊണ്ടു പോകേണ്ടി വരും. The shoes behind. ഈ ഷൂ ഇട്ടിട്ട് പോകേണ്ടി വരും. All the things that I enjoy today, I'll have to leave here. ഇന്ന് ഞാൻ ആസ്വദിക്കുന്ന സകല കാര്യങ്ങളും ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടവനാണ്. This is just a rehearsal for that. ഇത് അതിനുള്ളൊരു മുന്നൊരുക്കം, റിഹേഴ്സൽ മാത്രമാണ്. The real show is going to come. യഥാർത്ഥമായ ഷോ വരാൻ പോകുന്നതേയുള്ളൂ. Just a practice session. ഇത് ഒരു പരിശീലന സെഷൻ മാത്രമാണ്. Number 5. 5. God says, I am the provider. കർത്താവ് പറയുകയാണ്, ഞാനാണ് സകലത്തിന്റെയും ദാതാവ്. I gave you beautiful lakes, beautiful rivers, beautiful greenery, beautiful coconut trees, lagoons. I gave you beautiful land. ഞാൻ നിങ്ങൾക്ക് മനോഹരമായൊരു ദേശം നൽകി, മനോഹരമായ നദീതടങ്ങൾ, കായലുകൾ, പുഴകൾ. And I am providing for each and every person, individual, and each and every family. മാത്രമല്ല അവിടെയുള്ള ഓരോ ദേശനിവാസികൾക്കും ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞാൻ സകലവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. You lost everything? നിങ്ങൾക്ക് സകലവും നഷ്ടപ്പെട്ടോ? Don't worry, I'm going to restore. വിഷമിക്കേണ്ട, ഞാൻ അത് മടക്കി തരാൻ പോവുകയാണ്. I'm going to restore everything because I am the provider.
ഞാൻ സകലവും യഥാസ്ഥാനത്താക്കാൻ പോവുകയാണ്, കാരണം ഞാനാണ് സകലത്തിന്റെയും ദാതാവ്. Say hallelujah. ഒരു ഹല്ലേലൂയ. Number 6, stand in unity. 6, ഐക്യതയോടുകൂടി നിൽക്കുക. Write down, stand in unity. എഴുതിയെടുക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക, അല്ലെങ്കിൽ ഐക്യതയോടെ നിൽക്കുക. Forget differences. വ്യത്യാസങ്ങൾ, ഭേദങ്ങൾ മാറ്റിവെക്കുക. You are my people. നിങ്ങൾ എന്റെ ജനമാണ്. Hallelujah. ഹല്ലേലൂയ. Stand in unity. ഐക്യതയോടുകൂടി നിൽക്കുക. Love others. മറ്റുള്ളവരെ സ്നേഹിക്കുക. Stand as one man. ഒറ്റ മനുഷ്യരായി നിങ്ങൾ നിൽക്കുക. Number 7. 7, If only the old passes away, God can give you new things. 7ാമത്തെ കാര്യം, പഴയ കാര്യങ്ങൾ മാറുമ്പോൾ മാത്രമേ പുതിയ കാര്യം ദൈവത്തിന് നൽകുവാൻ I കഴിയൂ. prophesy over you, new, fresh, brand new things are coming to your life. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഏറ്റവും പുതിയ നവീനമായ പുത്തൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. Say hallelujah. ഹല്ലേലൂയ. Let the old pass away. പഴയത് പോട്ടെ, New things are going to come. ഇതാ പുതിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. Let's welcome brand new things from God right now. ദൈവത്തിൽ നിന്ന് പുതുപുത്തൻ കാര്യങ്ങളെ കരങ്ങളെ അടിച്ച് നമുക്ക് സ്വീകരിക്കാം. The Lord says, behold, I'm going to do a new thing in your life. ഇതാ കർത്താവ് പറയുന്നു, ഇതാ ഞാനൊരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു. Forget the past. പഴയതിനെ മറക്കുക, Forget the old things. കഴിഞ്ഞതിനെ മറന്നുകളാ. I'm going to do something new in your life. നിന്റെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. New things are going to come. പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. Hallelujah. ഹല്ലേലൂയ. If you lost all your dress, new dress is going to come. നിങ്ങളുടെ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടു, പുതുപുത്തൻ വസ്ത്രങ്ങൾ വരാൻ If you പോവുകയാണ്. lost all the furniture, new furniture is going to come. നിങ്ങൾക്ക് ഫർണിച്ചറുകൾ നഷ്ടപ്പെട്ടു, പുത്തൻ ഫർണിച്ചറുകൾ വരാൻ പോവുകയാണ്. God is going to make everything brand new. He is a renewing God. He is a God of renovation. നമ്മുടെ ദൈവം പുതുക്കത്തിന്റെ കർത്താവാണ്, അവൻ നവീകരണത്തിന്റെ കർത്താവാണ്. നിന്റെ ജീവിതത്തിലേക്ക് പുതുപുത്തൻ അനുഗ്രഹങ്ങളെ, പുതിയ നന്മകളെ കർത്താവ് ചൊരിയാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. We are called to be a people of hope. നാം പ്രത്യാശയുള്ള ജനമെന്ന് വിളിക്കപ്പെട്ടവരാണ്. Not a people of depression, oppression, suppression. നമ്മൾ നിരാശയുടെ, പീഡനത്തിന്റെ, കഷ്ടതയുടെ ജനമല്ല. We are going to face every challenge. എല്ലാ വെല്ലുവിളികളെയും നമ്മൾ നേരിടാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Please stand. Please stand, remain standing. ദയവായി അവിടെ തന്നെ നിൽക്കുക. 1-2 കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. Say hallelujah. Hallelujah. You remember in World War II, Japan was completely destroyed. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, രണ്ടാം ലോക മഹായുദ്ധം ജപ്പാൻ എന്ന രാജ്യം പൂർണ്ണമായും തരിപ്പണമാക്കപ്പെട്ടു. We lost only 300 plus lives here. 300-ലധികം ജീവിതങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. But in Japan they lost hundreds of thousands of people. ഇവിടെ 300ഓളം പേരാണ് മരണപ്പെട്ടതെങ്കിൽ അവിടെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് പേർ കൊല്ലപ്പെട്ടു. Lakhs of people, hundreds of thousands of people. ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. But within a few years they were back to normal. എന്നാൽ നിസ്സാര വർഷങ്ങൾക്കുള്ളിൽ അവർ പുനഃസ്ഥാപിക്കപ്പെട്ടു, യഥാസ്ഥാനപ്പെട്ടു. Because people were so hardworking and industrious. കാരണം ആളുകൾ വളരെ ഉത്സുകരും കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരുന്നു. After that they had no lunch break in factories. അതിനുശേഷം അവരുടെ ഫാക്ടറികളിൽ ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. As they were operating the machines, machineries, they were just eating their lunch. ഫാക്ടറികളിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവർ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ലഞ്ച് കഴിക്കുമായിരുന്നു. No lunch breaks, no hartals. ഹർത്താലുകൾ ഉണ്ടായിരുന്നില്ല, ലഞ്ച് ബ്രേക്കുകൾ ഉണ്ടായിരുന്നില്ല. I beg you, Kerala, leave your hartals and bunds and work for the land. ഞാൻ കേരളത്തോട് യാചിക്കുകയാണ്, നമ്മുടെ സമരങ്ങളും നമ്മുടെ ഹർത്താലുകളും ഒന്ന് മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്യുക. Let's be industrious people, hard working people. വ്യവസായത്തിൽ ഉത്സാഹമുള്ളവരായി കഠിനാധ്വാന ശീലമുള്ള ജനമായി നമ്മൾ മാറണം. Hallelujah. ഹല്ലേലൂയ. We have to shred that laziness from us. നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ അലസത നമ്മൾ ഉരിഞ്ഞു കളയണം. Hallelujah. ഹല്ലേലൂയ. ഹർത്താൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹർത്താൽ നാളെയാണെങ്കിൽ ഒരു ദിവസം ഞാൻ കാണുന്നത്, എടപ്പള്ളി ടോളിൽ കാണുന്നത് ഒരു വലിയൊരു ആൾക്കൂട്ടം. ഞാൻ നോക്കുമ്പോൾ ഒരു കോഴിക്കടയുടെ മുമ്പിലാണ് ആളുകളുടെ കൂട്ടം, ഭയങ്കര കൂട്ടം. കാരണം പിറ്റേ ദിവസം ഹർത്താൽ ആഘോഷിക്കാൻ പോവുക. ഹർത്താൽ എന്ന് കേട്ടാൽ നമ്മൾ തുള്ളും, ഭയങ്കര സന്തോഷമാണ്. ലോകത്തിലെങ്ങും ഇല്ലെങ്കിൽ ഈ മടിയൊന്ന് മാറ്റണമെന്ന്, ഇതൊക്കെ ഒന്ന് കളഞ്ഞ് ഈ ഹർത്താലും
പിന്നെ എന്താണ് ലേബർ യൂണിയനുകളും എല്ലാം കൊണ്ട് ഒരു നല്ല ഒരു ഇൻവെസ്റ്റർ പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നാൽ അവർ വാല് മടക്കി വെച്ചുകൊണ്ട് തിരിച്ചു പോവുക. കാരണം എന്താ, ഇവർ മടിയന്മാരാണ്. ഇവിടെ 365 ദിവസം ഉണ്ടെങ്കിൽ 265 ദിവസവും ഹർത്താലും പിന്നെ അവധിയും പിന്നെ പല പല ഹോളിഡേയും പല പല പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് ഇവരിയ്ക്കുക. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കാശിറക്കിയ കാശ് പോകാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ തിരിച്ചു പോവുക. വേറെ സംസ്ഥാനങ്ങളിലേക്ക് ഈ അവസ്ഥ ഒന്ന് മാറണം. പ്രാർത്ഥനാ വിഷയങ്ങളാണ് പറയുന്നത്, മാത്രമല്ല പ്രവർത്തിക്കാനുള്ള വിഷയങ്ങളാണ്. ഹല്ലേലൂയ. എത്ര പേരൊന്ന് ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കും. സേ ഹല്ലേലൂയ. ഹല്ലേലൂയ. God says, I'm going to do something new in the state of Kerala. കർത്താവ് പറയുകയാണ്, കേരള സംസ്ഥാനത്ത് ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു. I'm going to change everything upside down. സകല കാര്യങ്ങളും ദൈവം കീഴ്മേൽ മറിക്കാൻ പോവുകയാണ്. So that a new thing will come up. അങ്ങനെ ഇതാ ഒരു എല്ലാം പുതുതായി മാറാൻ പോവുകയാണ്. Say hallelujah. Hallelujah. We are a people of hope. നാം പ്രത്യാശയുടെ ജനമാണ്. And God wants to give you hope in hopelessness. ഏറ്റവും ആശയറ്റയിടങ്ങളിൽ കർത്താവ് നമുക്ക് പ്രത്യാശ നൽകാൻ ആഗ്രഹിക്കുന്നു. We can have 3 kinds of hopes. 3 തരത്തിലുള്ള പ്രത്യാശയുണ്ട്. Number 1, hope based on the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ച ഒരു പ്രത്യാശ. Number 2, hope based on our own experiences. രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ ഉണ്ടായ പ്രത്യാശ. See, number 1 is hope based on the promises of God. ഒന്നാമത്തേത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള പ്രത്യാശ. God will never change his word. ദൈവം തന്റെ വാഗ്ദാനം വചനം ഒരിക്കലും മാറ്റുകയില്ല. If he said something, he will fulfill it. അവരെന്തെങ്കിലും ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. Because of that promise, we have a hope in him. ആ ഒരു വാഗ്ദത്തമുള്ളതുകൊണ്ട് നമുക്ക് അവനിൽ പ്രത്യാശയുണ്ട്. Say hallelujah. Hallelujah. Secondly, our own past experiences teach us that our God is a trustworthy God, because in the past, many decades, many centuries, many ages, he was faithful to his people. രണ്ടാമതായി, കഴിഞ്ഞ കാലത്തിലെ നമ്മുടെ അനുഭവങ്ങളിലൂടെ കർത്താവ് നമുക്ക് വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ചില വർഷങ്ങളായി ദൈവം നമുക്ക് നല്ലവനായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. Hallelujah. Hallelujah. We can count on him. നമുക്ക് അവനെ ആശ്രയിക്കുവാൻ കഴിയും. And because of his faithfulness, because of his unchanging nature, we have hope in our lives. ആ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട്, അവന്റെ മാറ്റമില്ലാത്ത പ്രകൃതത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. Amens everywhere. എല്ലായിടങ്ങളും ആമേൻ പറഞ്ഞാലും. And the third hope is coming from the resurrection of Jesus. മൂന്നാമത്തെ നമ്മുടെ പ്രത്യാശ കടന്നു വരുന്നത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്നാണ്. That is called the ultimate hope. അതാണ് ഏറ്റവും അതിമഹത്തായ പ്രത്യാശ. Some people may think, okay, preaching is good, everything is good, but if I lose my life, what good is that? ചില ആൾക്കാർ വരെ പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ ജീവൻ നഷ്ടപ്പെട്ട അതിന് വല്ല ഗുണമുണ്ടോ? The Bible says, വചനം പറയുന്നു, this life is not your last life. നിങ്ങളുടെ ജീവിതം, ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം, അത് നിങ്ങളുടെ അവസാനത്തെ ജീവിതമല്ല. Your funeral is not a full stop, it is a comma. നിങ്ങളുടെ ശവമടക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, പൂർണ്ണ വിരാമമല്ല, അതൊരു അർദ്ധവിരാമം മാത്രമാണ്. After this life comes the real life, the real show, the eternal everlasting life with our creator. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കഴിഞ്ഞ് നമ്മുടെ സൃഷ്ടാവ് ഒന്നിച്ച് നമ്മുടെ കർത്താവ് ഒന്നിച്ചുള്ള നിത്യ യുഗങ്ങളുടെ ആസ്വാദ്യകരമായ ജീവിതം വരികയാണ്. That's why Paul says to die is a gain. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. Hallelujah. Hallelujah. So some people call me, it is better to leave from the city, you just escape to other states. ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ദേവദാസൻ എത്രയും വേഗം നിങ്ങൾ ഇവിടെ ഈ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുക, ഓടുക, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരിക. I said, I cannot run away like that. ദേവദാസൻ പറഞ്ഞു, അയ്യോ എനിക്ക് അങ്ങനെ ഓടിപ്പോകാൻ കഴിയില്ല. I am a pastor, my people are here. ഞാൻ ഒരു പാസ്റ്ററാണ്, എന്റെ ജനം ഇവിടെയാണ് ഇരിക്കുന്നത്. How can I run away? എനിക്ക് എവിടെ നിന്ന് ഇവിടെ രക്ഷപ്പെട്ടു പോകാൻ കഴിയും? Even if I die, that is a gain. I can soon be with my Lord Jesus. ഞാൻ മരിച്ചാലും എനിക്കത് ലാഭമാണ്, ഞാൻ എന്റെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചേരും. Hallelujah. Hallelujah. And in that land there is no flood. ആ മറുകരയിൽ ഒരു ജലപ്രളയവുമില്ല. In heaven there is no sickness, there is no epidemic. സ്വർഗ്ഗത്തിൽ പകർച്ചവ്യാധികളില്ല, അസുഖങ്ങളില്ല, രോഗങ്ങളില്ല. Hallelujah. Hallelujah. Nothing to worry.
ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത ആളെ പിടിച്ചിട്ട് പറ, നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, പ്രത്യാശക്ക് വകയുണ്ട്, പ്രത്യാശക്ക് വകയുണ്ട്. നീ ചത്താലും ജീവിക്കും, ചത്താലും ജീവിക്കും. പ്രവചിച്ചു പറ, നീ ചത്താലും ജീവിക്കും, നീ ചത്താലും ജീവിക്കും. കർത്താവ് അങ്ങനെയാ പറ, നീ മരിച്ചാലും നീ ജീവിക്കും. ആമേൻ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, മരണം എനിക്ക് ലാഭമത്രേ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എൻ്റെ അർത്ഥം ഇവിടെ നഷ്ടക്കച്ചവടം ഇല്ല. പണ്ടൊരാൾക്ക് മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നിട്ട് തല ഇടിച്ച് കരയോ, അങ്ങനെയൊന്നും നമ്മൾ കരയേണ്ട ആവശ്യമില്ല. ചത്താൽ പോലും ലാഭം, ചത്താൽ പോലും ലാഭമാണ്. പണ്ട് ആൾ പറഞ്ഞു, ആന ജീവിച്ചിരിക്കുവാണെങ്കിൽ തടി പിടിക്ക് അല്ലേ, ഇടത്താനോ വലത്താനോ തടി പിടിയാനൊക്കെ പറഞ്ഞ് ലാഭം ഉണ്ടാക്കാം. ചരിഞ്ഞാലും കൊമ്പോ അതൊക്കെ വിട്ട് അങ്ങനെയും ലാഭം കിട്ടും എന്ന് പറഞ്ഞതിനേക്കാൾ ഭയങ്കരമാണ് ദൈവമക്കളുടെ കാര്യം എന്തെന്ന് വെച്ചാൽ, ചത്താലും നമുക്ക് ലാഭമാ. രോഗമില്ലാത്ത, മരണമില്ലാത്ത, വെള്ളപ്പൊക്കം വരാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ഹെലികോപ്റ്റർ വന്ന് രക്ഷിക്കേണ്ട ആവശ്യമില്ലാത്ത നല്ലൊരു നാട്ടിലോട്ട് കർത്താവിനോടൊപ്പം നിത്യകാലം ഒരിക്കലും ആർക്കും നമ്മെ പുറത്താക്കാൻ കഴിയാത്ത, പൗരത്വം എടുത്തു കളയാൻ കഴിയാത്ത, ഇളകാത്ത അടിസ്ഥാനങ്ങളുള്ള ദൈവം തന്നെ ആർക്കിടെക്റ്റായി നിർമ്മിച്ച നല്ലൊരു നാട്ടിലോട്ട്, നല്ലൊരു സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്ന. ഒരിക്കലും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല കുഞ്ഞേ. അവിടെ ജീവജല നദികൾ, പളങ്കു നദികൾ സ്ഫടികമായി ഒഴുകുന്നൊരു നാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വണ്ടിയിടിച്ച് മരിച്ചാലും, വെള്ളത്തിൽ വീണ് മരിച്ചാലും, സാധാരണ രീതിയിൽ മരിച്ചാലും സുല്ല് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നീച മരണം കിട്ടിയത് യേശുവിനാണ്. നഗ്നനായി സകലരും കൂടി ആടിച്ച് പുറത്തെല്ലാം മുറിച്ച് ഉഴവുചാൽ പോലെ കീറി ഒരു മനുഷ്യനെ എത്രത്തോളം നീചമായി കൊല്ലാമോ അത്രത്തോളം നീചമായ മരണം കിട്ടിയത് യേശുവിനാണ്. പക്ഷെ ഇപ്പം എവിടെയാ? മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്ത് മഹത്വത്തിൽ രാജാധിരാജാവായ തേജസ്സിൽ അവൻ വാഴുകയാണ്. യേശുവിൻ്റെ ഉയർപ്പ് നമുക്കൊരു പ്രത്യാശ നൽകുന്നു. നീ രോഗം പിടിച്ച് മരിച്ചാലും, ഏത് രീതിയിൽ മരിച്ചാലും നിനക്ക് ലാഭമാ. കാരണം വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമമല്ലോ. എത്ര പേര് ഓർക്കുന്നുണ്ട്, നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു ഒമേഗ സീരീസ് ഒക്കെ ഇവിടെ നടത്തിയായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുള്ളവരുണ്ടോ? ഓർമ്മശക്തി ഉള്ളവരുണ്ടോ? ഒമേഗ സീരീസ് ഓർക്കുന്നുണ്ടോ? ആ ഒമേഗ സീരീസ് 10-15 ആഴ്ച ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. ഒമേഗ സീരീസിൽ മനുഷ്യൻ്റെ മൊത്തം ഭാവി, ഇനി എന്താ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു വലിയ ബിഗ് പിക്ചർ നമ്മളെടുത്തു. യൂട്യൂബിൽ മൊത്തം കിടപ്പുണ്ട് ഒരു പ്ലേലിസ്റ്റായിട്ട്. ഒരുപക്ഷെ ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ നിന്ന് ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു കിട്ടും. വീണ്ടും വീണ്ടും കാണണം നമ്മളെങ്ങോട്ടാണ് പോകുന്നത്. ഹ്രസ്വദൃഷ്ടിയില്ലാതെ, മയോപ്പിയ ബാധിക്കാതെ, മുകളിലോട്ട് എന്താ കിടക്കുന്നതാ, മുന്നിലോട്ട് എന്താ കിടക്കുന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. 3 തരത്തിൽ നിനക്ക് പ്രത്യാശയുണ്ട്. 1, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള പ്രത്യാശ. 2, എന്താ? ഇങ്ങോട്ട് പറ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമ്മെ വിശ്വസ്തനായി നടത്തി. ഒത്തിരി പ്രതിസന്ധികളിലൂടെ പോയത്. ഇപ്പം ചാകും എന്ന് വിചാരിച്ച ഒത്തിരി സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഇവിടെ വരെ എത്തിച്ച ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തൻ എന്ന പ്രത്യാശ. പിന്നെ ഒരു പ്രത്യാശ കൂടെ ഉണ്ട്. അതാർക്ക് പറയാം? യേശുവിൻ്റെ ഉയർപ്പ് മൂലം നമുക്ക് കിട്ടിയിട്ടുള്ള, അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. പറഞ്ഞേ ചത്താലും ലാഭം. ഒന്നുകൂടെ. അടുത്ത ആൾക്ക് ഹൈഫൈ കൊടുത്തിട്ട് പറ, ചത്താലും ലാഭം. ഒരു 5-6 പേർക്ക് ഹൈഫൈ കൊടുത്തിട്ട് പറ, ചത്താലും ലാഭം. എത്ര പേർ ഹല്ലേലൂയ പറയും? ശക്തിയോടെ ഹല്ലേലൂയ. ആമേൻ. പാടാൻ പോകണം. പാട്. വെള്ളപ്പൊക്കം വരുമ്പോ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാമോ? പഠിക്കും. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പറയുന്നു,
ദേശത്തിന്റെ സൗഖ്യം ആരംഭിച്ചിരിക്കുന്നു. ആമേൻ. എൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാവുന്നു ദേശത്തിന്റെ ഹീലിംഗ് പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞു. കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആരാധിക്കുന്ന സമയത്ത് ദേശത്തിന്റെ സൗഖ്യം തുടങ്ങി. ഹീലിംഗ് ഓഫ് ദ ലാൻഡ് ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഹിയർ. ഒന്ന് കാല് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. ഇടത്ത് കാല് വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ കാല് മടക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങ് മടക്കിക്കോ, സൗഖ്യമാണ്. ഹല്ലേലൂയ. കുഴഞ്ഞ മുഴങ്കാലും ഉളുക്കിപ്പോയതും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നേരെയാകട്ടെ. നീരൊക്കെ അങ്ങ് മാറട്ടെ, കാൽമുട്ടങ്ങ് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മസിലുകൾ, വെരിക്കോസ് വെയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് സൗഖ്യമാകട്ടെ. ഒന്നുകൂടെ ചെക്ക് ചെയ്യും. കാല് ഊരിപ്പോകരുത്. ചിലർ ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞപ്പോൾ കാലങ്ങ് ഊരിപ്പോകരുത്. ഫിറ്റിങ്സ് ഒന്നും വിട്ടുപോകരുത്. പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക്. എന്നോട് പലരും പറഞ്ഞു, ഇന്ന് ആരാധനയ്ക്ക് കയറുമ്പോൾ വളരെ സങ്കടത്തോട് കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ട. കാരണം ജനങ്ങൾ നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഇവർക്ക് വല്ല ലൂസായിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ അയഞ്ഞു കിടക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഇങ്ങനെയൊക്കെ പ്രശ്നത്തിന് നടുവിൽ ഈ തുള്ളിയൊക്കെ ചാടി ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വിചാരിക്കും ഇവർ നോർമലല്ല എന്ന് വിചാരിക്കുക. ഇന്നലെ ഒരു സഹോദരി, ഇന്നലെ മിനിഞ്ഞാന്ന്, ഈ കഴിഞ്ഞ 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ വിളിച്ചൊരു ദിവസം. അങ്ങോട്ട് പേഴ്സണലി ഞാൻ വിളിച്ച് ക്യാമ്പുകളിൽ, കാടുകളിൽ, അവരുടെ ഒറ്റപ്പെട്ടു പോയ ലൈൻ കിട്ടുന്നിടത്തെല്ലാം ഞാൻ വിളിച്ചു. പക്ഷേ ഞാൻ വിശ്വാസികളിൽ കണ്ട ഒരു പ്രതിഭാസം ഞാൻ പറയുന്നു. പലരും എന്നെ ആശ്രയിച്ചു, പാസ്റ്റർക്ക് എങ്ങനെയുണ്ട്, ഇങ്ങോട്ട് ചോദിക്കും, പാസ്റ്റർക്ക് എങ്ങനെയുണ്ട്, ഷെമാൻഡിക്ക് എങ്ങനെയുണ്ട്, പിള്ളേരൊക്കെ സുഖമാണ്, നിങ്ങളവിടെ ഉണ്ട്, ചർച്ച എങ്ങനെയുണ്ട്, ഇങ്ങോട്ട് ചോദിക്കുക അവർ. കാരണം അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളിപ്പോൾ ക്യാമ്പിൽ 1200 പേര് ഇവിടെ ഉണ്ട്. ഒരാൾ പറഞ്ഞത്, ഇങ്ങനെ കുത്തിയിരുന്ന നേരം വിളിപ്പിച്ച്, കാല് നിവർത്തിയിടാനൊന്നും സ്ഥലമില്ല ക്യാമ്പിൽ, ഇങ്ങനെ ഇരുന്ന നേരം വിളിപ്പിച്ചത്. പക്ഷേ എന്താണെന്നറിയില്ല ബ്രദറെ, അകത്ത് ഭയങ്കര ഒരു സന്തോഷം, പ്രത്യാശ. ഒരു സഹോദരി പറഞ്ഞത്, 26-30 പേര് കൂടെ, ബന്ധുക്കളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് പെട്ടുപോയി. അതിലൊരു സിസ്റ്റർ പറഞ്ഞു, ഇവിടെ ആകെ ഞങ്ങൾ 2 പേരെ സന്തോഷമായിട്ടിരിക്കുന്നുള്ളത്, ഞാനും എൻ്റെ ഭർത്താവും. ബാക്കിയുള്ളവരൊക്കെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആകെ തകർന്നിരിക്കുക. പക്ഷേ ഞങ്ങൾ അവരെ ഇപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക, സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു, പാടുന്നു. ഇവിടെ 276 പേരുണ്ടായിരുന്ന കപ്പലിൽ പൗലോസ് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ കർത്താവ് തൻ്റെ ദൂതനയച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഈ ജനങ്ങളൊന്നും നശിച്ചു പോകാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ഉണ്ട്, നീ ഭയപ്പെടണ്ട. അതിനുശേഷം അവർ ഒരു സ്പൂൺ ഭക്ഷണമെങ്കിലും വായിലോട്ട് വെച്ചത്. എടാ, നീ പ്രത്യാശയുടെ ഏജന്റാണ്. പെങ്കൊച്ച്, നീ പ്രത്യാശയുടെ, സഹോദരിമാരെ, നീ പ്രത്യാശയുടെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുക. സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഏത് പ്രതികൂലത്തിന് നടുവിലും പ്രശ്നത്തിന് നടുവിലും മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ കുത്തുവയ്പ് നടത്താൻ, വിശ്വാസത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ, ഒരു ഷോട്ട് കൊടുക്കാൻ ദൈവം, ഓ മൈ ജീസസ്, ഹോളി സ്പിരിറ്റ് ഐ പ്രേ, ഹോളി സ്പിരിറ്റ് ഐ പ്രേ, fill these people with hope, fill these people with faith, fill these people with strength, fill these people with peace and joy. പാപങ്ങൾ പോക്കവേ, ശാപങ്ങൾ നീക്കവേ, ഭൂലോകം വந்தாரையா, மனிதரை மீட்கவே, பரலோகம் திறக்கவே, சிலுவையில் சுமந்தாரையா. பாவங்கள் போக்கவே, சாபங்கள் நீக்கவே, பூலோகம் வந்தாரையா. மனிதரை மீட்கவே, பரலோகம் திறக்கவே, சிலுவையில் சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. ജയശങ്കർ വാ. ജയശങ്കറാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ചത്. ഞങ്ങളൊരു ക്യാമ്പിൽ നടക്കുമ്പോൾ ഈ KP ജോർജ് സാർ ഒരു പരിപാടിയിൽ ഞാൻ വല്ലോട് തുടങ്ങിയിരിക്കുക, ഇപ്പൊ പാസ്റ്റർ നമുക്ക് വേണ്ടി നൃത്തം ചെയ്യുന്നതായിരിക്കും എന്ന് അനൗൺസ് ചെയ്തു. KP വാ, KP സാർ വാ, എല്ലാ ശുശ്രൂഷകരും വാ, ഇവിടെ നിൽക്ക്, അണിനിരക്ക്. വെള്ളപ്പൊക്കത്തിന് ഡാൻസ് കളിക്കുന്ന ജീവികളുണ്ടോ? ഉണ്ട്. കാരണം എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തെ നമുക്ക് നഷ്ടമാകുകയില്ല, പ്രത്യാശ നമുക്ക് നഷ്ടമാകുകയില്ല. பாவங்கள் போக்கவே, சாபங்கள் நீக்க
நீக்கவே பூலோகம் வந்தாரையா மனிதனை மீட்கவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா கண்ணீரை துடைத்தாரையா சந்தோஷம் தந்தாரையா கண்ணீரை துடைத்தாரையா சந்தோஷம் தந்தாரையா കാല് വർക്ക് ചെയ്യുന്നവരെല്ലാം தாய் என்னை மறந்தாலும் தந்தை என்னை மறந்தாலும் அவர் என்னை மறக்க மாட்டார் உற்றோர் உன்னை மறந்தாலும் நண்பர் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார் தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார் உற்றோர் உன்னை மறந்தாலும் நண்பர் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார் கரம் பிடித்து நடத்திடுவார் கண்மலை மேல் நிறுத்திடுவார் கரம் பிடித்து நடத்திடுவார் கண்மலை மேல் நிறுத்திடுவார் என்னென்றே തുള്ളിച്ചാടി மறந்தாலும் தந்தை என்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார் உற்றோர் உன்னை மறந்தாலும் நண்பர் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார் தாய் என்னை மறந்தாலும் தந்தை என்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார் உற்றோர் உன்னை மறந்தாலும் நண்பர் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார் கரம் பிடித்து நடத்திடுவார் கண்மலை மேல் நிறுத்திடுவார் கரம் பிடித்து நடத்திடுவார் கண்மலை மேல் நிறுத்திடுவார் ശരണവുമേ യേശുവിന്റെ കൂടെയുണ്ട് എന്റെ കോട്ടയും ശരണവുമേ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയ ഞാൻ ഭയപ്പെടില്ല ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയ ഞാൻ ഭയപ്പെടില്ല യേശുവിന്റെ കൂടെയുണ്ട് എന്റെ കോട്ടയും ശരണവുമേ യേശുവിന്റെ കൂടെയുണ്ട് എന്റെ കോട്ടയും ശരണവുമേ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയ ഞാൻ ഭയപ്പെടില്ല
പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അടിയേറ്റ ആമത്തിൽ കിടക്കുമ്പോൾ അവരുടെ മെൻ്റൽ ടോർച്ചർ കൊണ്ടും ട്രോമയിലൂടെ പോയതുകൊണ്ടും ആരും അവർക്ക് സ്ലീപ്പിംഗ് പിൽസ് ഒന്നും കൊടുത്തില്ല. ഉറങ്ങട്ടെ അപ്പോസ്തലന്മാർ, ആകെ മനസ്സ് തകർന്നിരിക്കുകയല്ലേ. അവർ ബൈബിൾ പറയുന്നു അവരെടുത്ത നല്ല ഡോസ് ഒരു മരുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് പ്രൈസ്. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചപ്പോൾ, ഭാഗം 1. പിന്നീട് അതിൻ്റെ അപ്പുറത്തേക്ക് കാണും, അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചപ്പോൾ അവർ ഇരുന്നാരാധിച്ചിരുന്ന ജയിലിൻ്റെ അടിസ്ഥാനങ്ങൾ, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായി. ചങ്ങലകളെല്ലാം അഴിഞ്ഞു. ഒരാളുടെ അല്ല, അപ്പോസ്തലന്മാർ പൗലോസിന്റെയും സൈലസിന്റെയും മാത്രമല്ല, എല്ലാ സെല്ലുകളിലും കിടക്കുന്ന സകല ബന്ധനസ്ഥരുടെയും ചങ്ങലകൾ അഴിഞ്ഞ് ആ ചങ്ങലകളെ ഒരു സംഗീത ഉപകരണമാക്കി മാറ്റി ചങ്ങലകൾ കിലുക്കി. അന്ന് രാത്രിയിൽ അവർ പാടി ആരാധിച്ചപ്പോൾ അർദ്ധരാത്രിയിൽ വിടുതലുണ്ടായി. നിന്റെ ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ പോലും പാടി സ്തുതിക്കുവാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകരുകയാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. നിങ്ങളോടൊപ്പം നിന്ന് ആരാധിച്ച് മണിക്കൂറുകൾ പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പിന്നെ ചിലർ എന്നെ രൂക്ഷമായി നോക്കുമോ എന്ന് പേടിച്ചിട്ട്. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന ആളോട് പറ, വീട്ടിലോട്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകും. വഴിയിലൂടെ പോകുമ്പോൾ ആളുകളെ നോക്കി ചിരിക്കണം. എല്ലാം പോയേ, കേരളം നശിച്ചു, എന്താ നമുക്കതിനൊന്നും സമയമില്ല അല്ലേ. റീബിൽഡിങ്ങിനുള്ള സമയമാണ്, എഴുന്നേറ്റ് പണിയാനുള്ള സമയം. ദേശത്തെ പണിയാൻ നെഹമ്യാവ് എഴുന്നേറ്റതുപോലെ ദൈവജനം എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി ഒത്തുവന്ന് അങ്ങ് പണിയണം. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, കേരളം ഒരു പുതിയ മുഖച്ഛായ അണിയാൻ പോകുന്നു. ഇന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗത രീതികൾ എല്ലാം മാറി വളരെ നവീനമായ ഉയർന്ന ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ കർത്താവ് ഉയർത്താൻ പോകുകയാണ്. നമ്മുടെ ഈ ദേശത്തെ കർത്താവ് ഉയർത്താൻ പോകുകയാണ്. Kerala is going to see a resurrection. Kerala is going to see a redemption. Kerala is going to see a restoration. This is the word to the state of Kerala. The Lord says, I am with you. I will never leave you. I will never forsake you. Do not be afraid. I have called you by name. You are mine. You are my people. You are my people, says the Lord. You are my possession. You are a jewel. You are my signet, says the Lord. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, കരങ്ങളടിച്ച് വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല, അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തി. ചിറകടിയിൽ പറന്നിടാൻ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറച്ചിടാൻ എനിക്കേശുണ്ട്, മറച്ചിടുവാൻ
രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമ്മൾ ക്ലോസ് ചെയ്യും. നമ്പർ 1, we are going to pray against epidemics, the breaking out of epidemics. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്റ്റീവ് ആകാതെ പ്രൊആക്റ്റീവായി നിന്ന് നേരത്തെ തന്നെ കണ്ട് ഇതൊക്കെ വരാത്ത രീതിയിൽ നാട് ശുദ്ധീകരിക്കാൻ എല്ലാവരും അങ്ങ് ഇറങ്ങണം. ഗവൺമെൻറ് ഒന്ന് ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കേണ്ട, വാടി നാൾ വരുമെന്ന് വെച്ച് ആരും ഇരിക്കുക, നമ്മളങ്ങ് ഇറങ്ങണം. ഹല്ലേലൂയ. അതുകൊണ്ട് പകർച്ചവ്യാധികൾ പലരും പ്രവചിക്കുന്നുണ്ട്, പക്ഷെ അത് ഉണ്ടാകാതിരിക്കാൻ അതിനനുസരിച്ചുള്ള ആക്ഷൻ നേരത്തെ എടുക്കാൻ വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഷൈജു ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കേരളം ഇനി വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഭീതിജനകമായൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പകർച്ചവ്യാധികൾക്കെതിരായിട്ടുള്ള കർത്താവേ പ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിക്കപ്പെടുവാൻ, അതെല്ലാ ജനങ്ങളിലേക്കും എല്ലാ വീടുകളിലേക്കും എത്തപ്പെടുവാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാസീവായിട്ടുള്ള നടക്കുവാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം അതിന്റെ പിന്നിൽ നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ രക്തത്താൽ കേരളത്തെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. പകർച്ചവ്യാധികളിൽ നിന്ന് കേരളത്തെ ഞങ്ങളിപ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. കർത്താവേ, ദൈവികമായ വലിയൊരു പ്രവർത്തനം നടക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ആമേൻ. ഒരു വിഷയം കൂടി പ്രാർത്ഥിക്കുന്നത്, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഞാൻ ചോദിച്ചു, ഹൃദയം ഇപ്പോഴുള്ളവർ എത്ര പേരുണ്ട്? ഇത്രയും പേർക്കുണ്ട് കേട്ടോ. We are going to pray for the safety of the dams. അണക്കെട്ടുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഡെമോക്ലീസിൻ്റെ വാള് പോലെ മുല്ലപ്പെരിയാർ നിൽപ്പുണ്ട്. പതിറ്റാണ്ടുകൾ എനിക്ക് ഓർമ്മയുള്ള സമയം എന്ന് പറഞ്ഞ് പൊട്ടാൻ പോകുന്നു കേൾക്കും. മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അണക്കെട്ടുകൾ പൊട്ടി ലക്ഷങ്ങൾ മരിച്ച സന്ദർഭങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. സംഭവിച്ചാൽ എറണാകുളം പിന്നെ മാപ്പിലില്ല, ഒന്നുമില്ല. ഇടുക്കിയുടെ പല ഭാഗങ്ങളില്ല, തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളില്ല, ആലപ്പുഴ, ഇങ്ങനെ തുടങ്ങിയ പല ജില്ലകളും പിന്നെ ആ നടുഭാഗം ഉണ്ടാവില്ല, അങ്ങ് വാഷ് ഔട്ട് ചെയ്തങ്ങ് പോകും. ഉണ്ടാകാതിരിക്കാൻ ഭരണാധികാരികൾ പ്രൊആക്റ്റീവായി പ്രവർത്തിക്കാൻ. പലപ്പോഴും നമ്മുടെ നേച്ചറിൽ നമ്മൾ റിയാക്റ്റീവാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തടയിടാൻ വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയല്ല, പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പ്രവർത്തിക്കുന്നൊരു സ്വഭാവം നമ്മുടെ ഗവൺമെൻറ്റിന്, ഭരണാധികാരികൾക്ക്, ഇതിൻ്റെ പിന്നിലുള്ള പ്ലാൻ ചെയ്യുന്നവർക്കെല്ലാം ഉണ്ടാകണം. സുപ്രീം കോർട്ട് മുതൽ ഇങ്ങോട്ടുണ്ടാകണം, കേന്ദ്രം മുതൽ സംസ്ഥാനം വരെ എല്ലാവരും നാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഇപ്പോൾ സംസ്ഥാനങ്ങൾ നമ്മൾ അടിയാ, എൻ്റെയാ നിൻ്റെയാ, ഞാൻ തുറപ്പിക്കില്ല, അളവിത്ര, ഇതൊക്കെ ഒന്ന് നിർത്തി മനുഷ്യന് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി, ജനകോടികൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന ജ്ഞാനമുള്ള, ദൈവഭയമുള്ള ഭരണാധികാരികൾ ഉണ്ടാകാൻ. ഇന്നുവരെ കാണാത്ത മറ്റൊരു ദുരന്തം ഇനി ഉണ്ടാകരുത്. ഇത്രയും അണക്കെട്ടുകൾ ഉണ്ടെന്നുള്ള ബോധം പോലും ഇപ്പോഴാണ് നമുക്കുണ്ടായി. ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 32 തുറന്നുകൊണ്ട് ഇവിടെ ഉണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ ഇത്ര. നമ്മളാകെ ഇടമലയാറ് കേട്ടിട്ടുണ്ട്, പിന്നെ ഏതാ കേട്ടിരിക്കുന്നത്, ഇടുക്കി കേട്ടിട്ടുണ്ട്, പിന്നെ ഭൂതത്താൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കുറേയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കേൾക്കാത്ത എത്രയോ അണക്കെട്ടുകളാണ് നമ്മൾ തുറന്നു വിട്ടപ്പോഴാണ് അറിയുന്നത്, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. എല്ലാം കൂടി കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഒഴുകിയാൽ ഇങ്ങനെ അങ്ങ് ഒലിച്ച് അറബിക്കടലിലോട്ട്. അതുകൊണ്ട് ഡാം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിന് എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റൊക്കെ ഇല്ലേ? ഒരു ഗുളിക മേടിച്ചാൽ, വിക്സ് മേടിച്ചാൽ, ബ്രെഡ് മേടിച്ചാൽ എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഇത്ര വരെ ഉപയോഗിക്കാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു നടപടി എടുക്കണ്ടേ? അതിനുള്ള ബോധം ഉണ്ടാകണ്ടേ? രാഷ്ട്രീയം കളിച്ചാൽ മതിയോ? നോ, ജനങ്ങളുടെ ജീവനാണ്. ഈ ഒരു ബോധം, ഈ ഒരു വാർണിംഗ് സിഗ്നലിലെങ്കിലും ഒന്നുണ്ടാകാൻ നമുക്ക് മുകളിലെ കേന്ദ്രത്തോട്, ഉന്നതത്തോട് ബന്ധപ്പെടാം. അതേ നമുക്ക് നടക്കും. നിവേദനം കൊടുത്താൽ ചിലപ്പോൾ നിഷേധിച്ചെന്നിരിക്കും. നിഷേധിക്കാത്ത ഒരു ഭരണകൂടം മുകളിലുണ്ട്. കൈ ഉയർത്തി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ബ്രൂസ് പ്രാർത്ഥിക്കാമോ?
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ അണക്കെട്ടുകൾ, ഇവിടെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജനത മുഴുവൻ, ഞങ്ങളുടെ ഇന്ത്യൻ ജനത മുഴുവൻ, ഭരണകൂടം കർത്താവെ, ഞങ്ങളുടെ നിയമവ്യവസ്ഥകളെല്ലാം തന്നെ കർത്താവെ വളരെ പ്രൊയാക്റ്റീവ് ആകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒന്ന് മാറി ചിന്തിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ്, ഉന്നതമായ അധികാരത്തിലിരിക്കുന്നവരോട് കർത്താവെ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരുടെ ചിന്തകളെ മാറ്റണമേ, ചിന്താഗതികളെ മാറ്റണമേ, അതിർവരമ്പുകളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ വലിയ പ്രോജക്റ്റുകൾ വന്ന് കാലഹരണപ്പെട്ടതിനെ മാറ്റി നവീനമായ, സുരക്ഷിതത്വമുള്ള, ഏറ്റവും ജനത്തിന് സഹായമായ പ്രോജക്റ്റുകൾ ഇവിടെ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ ബലക്ഷയം സംഭവിച്ചിരിക്കുന്നതെല്ലാം നവീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലഹരണപ്പെട്ടതിന് പകരമായ ബദൽ സംവിധാനങ്ങൾ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനമുള്ള വ്യക്തികളെ കർത്താവെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവിക ജ്ഞാനമുള്ള കർത്താവെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദേവദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഇതാ സകലതും കർത്താവ് പുതുതാക്കുകയാണ്. ഞങ്ങളുടെ വ്യവസ്ഥകളെ കർത്താവ് മാറ്റുകയാണ്. ഞങ്ങളുടെ സമ്പ്രദായങ്ങളെ, ജോലിയുടെ രീതികളെ, പ്രവർത്തന ശൈലികളെ കർത്താവ് മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഏറ്റവും സുരക്ഷിതത്തോടു കൂടിയുള്ള കർത്താവ് സംവിധാനങ്ങളുടെ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആ ഭീഷണികളുണ്ട് കർത്താവെ, പലതുമുണ്ടെങ്കിലും ഇതിന് നടുവിൽ കർത്താവ് ഞങ്ങളെ കരുതുന്നതിനായി നന്ദി പറയുന്നു. ഏറ്റവും നല്ല രീതിയിലേക്ക്, സുരക്ഷിതമായ മേഖലകളിലേക്ക്, രീതികളിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായി ഞങ്ങളെ നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈകൾ കൂടെ ചേർത്ത് പിടിച്ച് കണ്ണുകളടയ്ക്കുക. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ പിരിയുന്നതിന് മുൻപ് ഇപ്പോഴും ദുരിതത്തിലായിരിക്കുന്ന, ക്യാമ്പുകളിലായിരിക്കുന്ന, രക്ഷിക്കുവാൻ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലായിരിക്കുന്ന, കെട്ടിടങ്ങളുടെ മുകളിലായിരിക്കുന്ന, ഒരുപക്ഷെ വൃക്ഷത്തിൻ്റെ തലപ്പത്തൊക്കെ കയറിയിരിക്കുന്നവർ, ക്യാമ്പുകളിൽ ദുരിതമനുഭവിക്കുന്നവർ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതമനുഭവിക്കുന്നവർ, ഭക്ഷണം കിട്ടാത്തവർ, എല്ലാറ്റിലുപരിയായി മെൻ്റൽ സ്ട്രെയിൻ കൊണ്ട്, ട്രോമ കൊണ്ട് അകത്തു വന്ന അതിഭയങ്കരമായ മാനസിക സംഘർഷത്തിലും ഭീതിയിലുമായിരിക്കുന്നവർ, ഞങ്ങൾ കരങ്ങൾ കോർത്ത് കർത്താവെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം പ്രാർത്ഥിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് ഓരോ ജില്ലയിലൂടെയും വിശാലമായ കർത്താവിൻ്റെ കരങ്ങൾ ജനങ്ങളെ ഒന്ന് തലോടിക്കൊണ്ട് വടക്കോട്ട് കാസർഗോഡ് വരെ ഒന്ന് ചലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരം നീങ്ങുന്നതിനനുസരിച്ച് കർത്താവെ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. എൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവെ നീ തൊടണമേ. നീ രക്ഷിക്കുന്നവനാണ്, സൗഖ്യമാക്കുന്നവനാണ്, വീണ്ടെടുക്കുന്നവനാണ് എന്ന് ജനം തിരിച്ചറിയുവാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. കർത്താവെ, ഞാൻ ഈ സമയത്ത് കർത്താവ് തന്ന കൃപയിലും അഭിഷേകത്തിലും നിന്നുകൊണ്ട് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. സകലവിധ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇവിടെ കൂടിയിരിക്കുന്നവർ, മറ്റ് ബ്ലെസ്സിങ് സെൻറ്ററുകളിലുള്ളവർ, ടി വിയിലൂടെ കാണുന്നവർ, ഇൻ്റർനെറ്റിലൂടെ കാണുന്നവർ, ഫേസ്ബുക്കിലൂടെ കാണുന്നവർ, യൂട്യൂബിൽ കാണുന്നവർ, പല മാധ്യമങ്ങളിൽ കാണുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ, കരൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, കിഡ്നികൾ സൗഖ്യമാകട്ടെ, തോളെല്ലാം സൗഖ്യമാകട്ടെ. ആരുടെ തോളെല്ലാം സൗഖ്യമാകുന്നു? ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വാതരോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശ്വാസ തടസ്സം, വീസിങ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണുകളുടെ കാഴ്ച തെളിഞ്ഞു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാതുകളുടെ കേൾവി ശക്തി തെളിഞ്ഞു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വായി തുറന്നോ കർത്താവിൻ്റെ വിടുതൽ സൗഖ്യം പ്രാപിക്കേണ്ടതിന് ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കാം. വിശ്വാസത്താൽ സ്വീകരിക്കാം. My Jesus, my Jesus, my Jesus, my Jesus, my Jesus. കർത്താവെ, വിടുതലുകൾ എല്ലാവരിലേക്കും അങ്ങ് പകരുന്നതിനായി നന്ദി. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. My
God, my God, my God, my God, my God. ഈ ജനത്തെ തൊടുന്നതിനായി സൗഖ്യമാകുന്നതിനായി നന്ദി. ദുഷ്കർമ്മങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, അടിമത്വങ്ങളിൽ നിന്ന് ജനം സ്വതന്ത്രമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ സ്വന്തം നാടായി ഈ നാട് മാറുവാൻ നിന്റെ കരം ജനങ്ങളുടെ മേൽ, ജനതതികളുടെ മേൽ വെച്ചിരിക്കയാൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ചീഫ് മിനിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനുമായി പ്രാർത്ഥിക്കുന്നു, പ്രൈം മിനിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യത്തോടുകൂടെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കാര്യനിർവഹണ പ്രാപ്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയപ്പാ. കരങ്ങൾ ശിരസിലേക്ക് എടുത്തു വയ്ക്കാം. താങ്ക് യു ജീസസ്. കർത്താവ്, ഇപ്പോൾ ശിരസിൽ കരങ്ങൾ വെച്ചിരിക്കുന്ന എല്ലാവരെയും കർത്താവേ, അങ്ങിപ്പോൾ തൊട്ടനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. സകല അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ നിക്ഷേപിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് പോയി, പ്രത്യാശയോടെ ധൈര്യത്തോടെ പോയി ചെയ്യേണ്ടത് ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, എല്ലാവരെയും ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എത്ര ശക്തമായി കരങ്ങൾ അടിക്കാമോ അത്രയും കരങ്ങൾ ശക്തിയോടെ അടിച്ചു ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞു.